നമസ്കാരം. ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ്. വല്ലപ്പോഴുമാണ് പുരുഷന്മാർക്കും നമ്മൾ ആണുങ്ങൾക്കും ഒക്കെ വിജയം കിട്ടുന്നത്. അപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായി ഒരു വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. എന്റെ ഫോണിന്റെ ബൈറ്റൊക്കെ എടുത്തു. അപ്പൊ നിങ്ങളുമായി കൂടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഹണി റോസിന്റെ പരാതി, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. സമകാലിക മലയാളം. രാഹുൽ ഈശ്വറിനെതിരായ പരാതി, കേസെടുക്കാൻ വകുപ്പില്ല. ന്യൂസ് 18. വകുപ്പില്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും. രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടില്ല, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു. പോലീസിന് നിയമോപദേശമോ പ്രാഥമിക അന്വേഷണമോ ഒക്കെ നടത്തിയവർക്ക് നന്ദി പറയുന്നു. രാഹുൽ ഈശ്വർ ഇന്നസെന്റ് ആണ്, ക്ലീൻ ചിറ്റ് തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാര്യം എങ്ങനെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവരങ്ങനെ തന്നെ പോവുമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് പറഞ്ഞത്. കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേസില്ല, വകുപ്പില്ല, പ്രതി ചേർക്കാൻ പറ്റിയിട്ടില്ല, പ്രതി ചേർത്തിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും അതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പഴയൊരു എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ CPM-നോട് ആശയപരമായി എതിര് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ CPM-ന്റെ TV രാജേഷ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വേദന എന്നെ വളരെയധികം സ്വാധീനിച്ചു. എത്ര പേർക്ക് ഇത് കാണാൻ കഴിയുമെന്നറിയില്ല. ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ആ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ ചിത്രങ്ങളാണ്. അതൊന്ന് പങ്കുവെക്കാൻ കൂടിയാണ് നിങ്ങളുമായി വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്ഷൻ അടിക്കാതെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആ രംഗങ്ങൾ ഇങ്ങനെയാണ്. ആ രംഗം ഓരോ പുരുഷന്റെയും കരച്ചിലാണ്. അതായത് രാജേഷിന്റെ അടക്കമുള്ള അതായത് ശ്രീ TV രാജേഷിന്റെ ആ കരച്ചിൽ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് വേദനയും വിഷമവും അന്നും ഇന്നും തോന്നിയതാണ്. പുള്ളിയുടെ ആശയപരമായിട്ടൊക്കെ എതിർപ്പുണ്ട്. പക്ഷേ ഒരു ആണ് അദ്ദേഹത്തിനെതിരെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് വന്നത്. അപ്പൊ അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നിയമസഭയുടെ മന്ദിരത്തിന് മുമ്പിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പൊട്ടി കരയുകയാണ്. കാണുന്ന ഓരോ പുരുഷനെയും ആരോപണം ഉന്നയിക്കുമ്പോൾ, കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് തന്നെ അവരുടെ മനസ്സിൽ. ചിലപ്പം ഡോക്ടർ അരുൺ വെളിയിൽ കരയില്ല, വെളിയിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നിൽക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന, വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ മനസ്സിൽ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും. പുള്ളി ഒരിക്കലും തന്റെ വിഷമം വെളിയിൽ കാണിക്കാറില്ല. പക്ഷേ അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയെ പോലെ സ്റ്റാറായ വ്യക്തി, അദ്ദേഹത്തിന് എത്രമാത്രം നിവിൻ പോളി എന്ന ബ്രാൻഡിനെയൊക്കെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി, അദ്ദേഹത്തിന്റെ 1 കോടി രൂപ തട്ടിയെടുക്കാനാണ് ഈ വ്യാജ പരാതിക്കാരി ശ്രമിച്ചത്. ഈ സ്ത്രീക്കെതിരെ 49 കേസുകളോളം ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞൊന്നുമല്ല, കൗസർ എടപ്പകത്തിന്റെ ഹൈക്കോടതിയുടെ ബെഞ്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ എക്സാക്ട്ലി പറയുന്നത്. ഇതൊക്കെ ചുമ്മാ സിനിമാ കഥ പോലെയാണ്. ഈ സ്ത്രീക്ക് 49 കേസുകളിൽ പെട്ടു എന്ന് അറിയുന്നത് അത്ഭുതപ്പെടും. അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവർ മനസ്സിൽ കരയുകയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിന് എത്രമാത്രം ദോഷങ്ങൾ ഉണ്ടായെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ സിദ്ദിഖിനെതിരെയുള്ള വ്യാജ പരാതി 100% വ്യാജ പരാതിയാണ്, നാളെ തെളിയുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഓർത്തിരുന്നാൽ മതി. അദ്ദേഹത്തിന് 10-30-40 ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും സുപ്രീം കോടതിയിൽ മുകുൾ റോഹത്തഗിയെ കൊണ്ടുവരാൻ. അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഓൾറെഡി ആ സ്ത്രീയെ സർവൈവറാക്കിയാണ് പ്രഖ്യാപിച്ചു. അതിജീവിതയായി കഴിഞ്ഞു. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയായി. ആരാണ് അതിജീവിത? അതായത് ചൈന എന്ന രാജ്യത്ത് കൂടെയുള്ള 32 പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യമുണ്ട്, ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം പുറത്താക്കിയ സ്ത്രീ ഈ നാട്ടിൽ വന്ന് വ്യാജ പരാതി പലർക്കെതിരെ ആദ്യം ഉന്നയിച്ചു. എന്നിട്ട് ആദ്യം ഫേസ്ബുക്കിൽ സിദ്ദിഖിനെതിരെ പറഞ്ഞില്ല, പിന്നീട് രണ്ടാമത് വന്നപ്പോൾ സിദ്ദിഖ് സംസാരത്തിലൂടെ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു, അവസാനം സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയുന്ന ഇതുപോലത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രശ്നം ഇതാണ്, ആണുങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി ബാധിക്കും. നമുക്ക് കയ്യിലുള്ള കാശ് കോടതികളിലെ അഡ്വക്കേറ്റ്സിന് ഒരുപാട് കൊടുക്കേണ്ടി വരും. മീഡിയയിലും മറ്റും വളരെയധികം നാണം കെടും. എന്നും ഇതെല്ലാം ഗൂഗിളിലും മറ്റും കിടക്കുകയും ചെയ്യും. ഇന്നും TV രാജേഷ് ശ്രദ്ധിച്ചാൽ യൂട്യൂബ് സെർച്ചിൽ ആദ്യം സജഷൻ വരുന്നത് TV രാജേഷ് ക്രൈയിങ് ആണ്. അല്ലെങ്കിൽ ആദ്യം വരുന്ന കാര്യങ്ങളിലൊന്ന് TV രാജേഷ് ക്രൈയിങ് ആണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വളരെയധികം ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഈ ഫെമിനിസ്റ്റുകളും ലിബറലുകളും കൂടെ തിരിച്ചറിയണം. എനിക്ക് അവരോടൊന്നും വിരോധമില്ല, ആശയപരമായ വിയോജിപ്പാണ്, പക്ഷെ അവരോടൊന്നും വിരോധമില്ല. പക്ഷേ നമുക്ക്
നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് കുടുംബം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സഭ്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സംസ്കാരവും മാന്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. അത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീരാമനോ ഹരിചന്ദ്രനോ ഒന്നും ആണെന്നല്ല. നമ്മളെല്ലാം നമ്മുടേതായ എന്താ പറയണേ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കണ്ടേ? ഒരു മിനിമം ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ? അല്ലെങ്കിൽ സഭ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ? എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖയില്ലേ? ഞാനും അങ്ങനെ പുണ്യാളനാണോ ഹോളിയർ ദാൻ ദോ ആണെന്നൊന്നും അല്ല പറയണത്. പക്ഷേ ഒരു മാന്യതയും മര്യാദയും ഉയർത്തിപ്പിടിക്കണം. എന്തായാലും പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. അത് പോരാട്ടത്തിലെ ചെറിയൊരു വിജയമാണ്. ഇനിയും ശക്തമായി പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്കും മുമ്പിൽ അടിയറവ് പറയില്ല. ഇത് തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ, സഭ്യത തകർക്കാൻ നോക്കുന്ന, സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമിനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം 100% മുമ്പോട്ട് കൊണ്ടുപോകും. നമസ്കാരം. ജയ് ഹിന്ദ്.